കള്ള വോട്ട് ചെയ്തെന്ന് തെളിവുണ്ടോ? കള്ള വോട്ട് ചെയ്തതിന് തെളിവുണ്ടോ? കള്ള വോട്ട് ചെയ്തതിന് തെളിവുണ്ടോ? ഇല്ല. ഞാൻ വഞ്ചൂർ താമസിക്കുന്ന ആളാണ്. ഇതാണ് എൻ്റെ ഇലക്ഷൻ ID കാർഡ്. ഞാൻ ഈ വാർഡിൽ താമസിക്കുന്ന വ്യക്തിക്ക് എനിക്ക് കഴിഞ്ഞ വർഷവും ഞാൻ ഇവിടെ വന്നാണ് ഞാൻ വോട്ടിട്ടത്. പിന്നെ ഞാൻ ഇവിടെ വന്ന് കള്ള വോട്ടിടേണ്ട ആവശ്യം എന്താ? എനിക്ക് ഇവിടെ മാത്രമേ വോട്ടുള്ളൂ. ഞങ്ങൾക്ക് ഇവിടെ മാത്രമേ ഇവിടെ വോട്ടുള്ളൂ. കഴിഞ്ഞ വർഷവും അന്ന് ഈ വായനശീലം വന്നാണ് വോട്ട് ചെയ്തത്. അന്നൊന്നും ഇല്ലാത്ത പ്രശ്നം ഇപ്പം എന്താണ് പൊക്കി പിടിച്ചോണ്ട് വന്നത്? ഞങ്ങൾ രാവിലെ വോട്ട് ഇടാൻ വന്ന സമയത്ത് അവരവിടെ വന്നിട്ട് ഒരു 6 സ്ത്രീ എന്നിട്ട് പറയുന്നു ഇവർ കള്ള വോട്ടിടാൻ വന്ന് ഈ ട്രാൻസ്ജെൻഡേഴ്സിന് ഇവിടെ വോട്ടില്ലെന്ന് പറഞ്ഞ് ഇവർ തിരക്കിയിട്ടാണ് വന്നത് അല്ലല്ലോ. പിന്നെ കുറേ നേരം കൊണ്ട് വന്ന് ശല്യം ചെയ്യാൻ സഹിക്കാൻ പറ്റാതെ നമ്മൾ വോട്ടിട്ട് ഇറങ്ങി വന്ന സമയത്ത് കണ്ടാൽ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ആ നീല ഉടുപ്പിട്ട ഷർട്ടിട്ട ആള്. പുള്ളി വന്ന് മൊബൈലും പൊക്കി പിടിച്ചുകൊണ്ട് വന്നിട്ട് അനാവശ്യങ്ങൾ പറയാനും സംസാരിക്കാനും എടാ പോടാന്ന് വിളിക്കാനും ജെൻഡർ ആക്ഷേപിക്കാനും ഇതിൻ്റെയൊക്കെ അവകാശം ആർക്ക് കൊടുത്തത്? ഇയാൾക്ക് കൊടുത്തിട്ടില്ലല്ലോ. സഹിയിട്ടാണ് ചെന്ന് ചോദിച്ചത്. കാരണം എന്ന് വെച്ചാൽ വന്ന നേരെ വന്ന് ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും എന്താണ് സത്യാവസ്ഥയെന്ന് അറിയത്തില്ല. ചാനലുകളിൽ മൊത്തം പറയുന്ന ട്രാൻസ്ജെൻഡേഴ്സ് BJP-ക്കാരെ ഉപദ്രവിച്ചെന്നും അടിച്ചെന്നും ഇടിച്ചെന്നും പറയുന്നത് കാര്യം എന്താണെന്ന് അറിയാതെയല്ലേ ചെയ്തപ്പോൾ. അപ്പം അതെന്താണിത്? കാരണം നമുക്ക് നീതി വേണം. രാവിലെ മുതൽ അനുഭവിക്കുന്നതാണ് ഇതെല്ലാം. നമ്മൾ ട്രാൻസ്ജെൻഡേഴ്സ്, ഞങ്ങൾ മനുഷ്യരാണ്. നമുക്ക് ഈ സമൂഹത്തിൽ, ഈ ജനാധിപത്യ രാജ്യത്തിൽ നമുക്കും വോട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും നമുക്കുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് ഇവർ നിഷേധിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. നമ്മളെ ചേർത്ത് നിർത്തുന്നവരോടൊപ്പം അല്ലേ നമ്മൾ നിൽക്കേണ്ടത്. നമ്മളെ ചേർത്ത് നിർത്തുന്ന നമ്മുടെ പാർട്ടി നമ്മളോട് ചേർത്ത് നിർത്തുന്നുണ്ട്. നമ്മളോടൊപ്പം നന്നായിട്ട് അവർ സഹകരിക്കുന്നു, നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ മാസങ്ങളായിട്ട് അതിൻ്റെ പിന്നിലാണ്, ഇവരുടെ ഈ ഇലക്ഷൻ വർക്കിൻ്റെ പിന്നിലാണ് നമ്മളെല്ലാവരും. അപ്പോൾ ഇതെല്ലാം അവർ കണ്ടിട്ടാണ് ഇവർ നമ്മൾ കള്ളവോട്ട് ചെയ്യുന്നതെന്ന് ആരോപിക്കുന്നത്. എല്ലാ ചാനലുകളിലും ഇവർ ഇതേപോലെ നമ്മൾ കള്ളവോട്ട് ചെയ്യുന്നുവെന്നും നമ്മളെ ട്രാൻസ്ജെൻഡേഴ്സിനെ അവഹേളിക്കുന്ന തരത്തിൽ ഇങ്ങനെ ഇത് വാർത്തകൾ കൊടുക്കുമ്പോൾ നമ്മൾ പ്രതികരിക്കാതെ എന്ത് ചെയ്യാനാണ്? തല്ലുന്നത് പ്രതികരിച്ച് പോയതാണ്. നമ്മളെ ജെൻഡർ അധിക്ഷേപം ചെയ്യുമ്പോൾ നമ്മൾ പ്രതികരിക്കത്തില്ലേ? ഇത്രയും ഇതുണ്ടായതിനു ശേഷം ഒരു പാർട്ടിക്കാരും നമുക്ക് സപ്പോർട്ടായിട്ട് വന്നിട്ടില്ല. കാരണം അന്നും നമ്മളെ കൂടെ നിൽക്കുന്ന ഇവർ മാത്രമേ ഉള്ളൂ. ഇവിടെ നടന്ന ആ പ്രക്ഷോഭം ഒരിക്കലും ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള പ്രക്ഷോഭം അല്ല. രാവിലെ ഒരു 10:30 മണി മുതൽ ഈ സംഭവം നടക്കുന്ന ആ സമയം വരെ പ്രവർത്തകര് വോട്ടർ പട്ടിക കാണിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു ഇവിടെ ട്രാൻസ്ജെൻഡർ വോട്ടർമാരുടെ എണ്ണം 0 എന്ന് പറയുന്നുണ്ടായിരുന്നു. 2019 ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ അവകാശ സംരക്ഷണ നിയമം അനുസരിച്ച് ട്രാൻസ്ജെൻഡർ വ്യക്തികളെ സംബന്ധിച്ച് ട്രാൻസ്ജെൻഡറായും മെയിലായും ഫീമെയിലായും ഡോക്യുമെന്റ്സ് മാറ്റാനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. അത് പ്രകാരം ജില്ലാ കളക്ടറാണ് ഇത്തരം സർട്ടിഫിക്കറ്റും ID കാർഡും ഒക്കെ ഇഷ്യൂ ചെയ്യുന്നത്. അതിന് ആനുപാതികമായിട്ട് പേരും ജെൻഡറും മെയിലോ ഫീമെയിലോ ആയി മാറിയ ആൾക്കാരൊക്കെ തീർച്ചയായിട്ടും വോട്ടർ പട്ടികയിൽ എൻറോൾ ആകുന്നത് മെയിലോ ഫീമെയിലോ ആയിട്ടായിരിക്കും. അപ്പോൾ ട്രാൻസ് ആയിട്ടുള്ള ആളെ കണ്ടതുകൊണ്ട് അവർ ഒഫീഷ്യൽ ഡോക്യുമെന്റ്സിലും ട്രാൻസ് തന്നെ ആകണം എന്ന് നിർബന്ധം പിടിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രാൻസ് ആയിട്ടുള്ള ആൾക്കാരിൽ മെയിലും ഫീമെയിലും ആയിട്ടുള്ള ആൾക്കാർ പോലും ആ വോട്ടർ പട്ടികയ്ക്കകത്തുണ്ട്. അപ്പോൾ അവർ ഒരുപക്ഷെ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന എണ്ണത്തിലേക്ക് റിഫ്ലക്ട് ചെയ്യാനുണ്ടാവില്ല. അപ്പോൾ അത് ആരോപിച്ചുകൊണ്ട് കള്ള വോട്ടാണെന്ന് പറയുന്നതിന് അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണമാണ്. അതിന് ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കുന്ന ഒന്നല്ല. അവസാന ഘട്ടത്തിലല്ല, കരട് പട്ടിക പ്രസിദ്ധീകരിക്കുന്ന സമയത്തും അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന സമയത്തും ഇത്തരം വോട്ടർമാർ ഈ വോട്ടർ പട്ടികയിൽ ഉള്ളത് എന്തുകൊണ്ട് ഇവർ കണ്ടില്ല? അപ്പോൾ അത് അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണമാണ്. ഈ പറയുന്ന തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നഗരസഭയുടെ വിവിധ വാർഡുകളിൽ വളരെ വിസിബിളായി നിലനിൽക്കുന്ന ട്രാൻസ് മനുഷ്യരുണ്ട്. അപ്പോൾ അത് ഈ പറയുന്ന ശ്രീകണ്ഠേശ്വരം എന്നല്ല, നമ്മളെടുക്കുന്ന 101 വാർഡുകളിലും മിക്ക വാർഡുകളിലും ട്രാൻസിൻ്റെ പ്രാതിനിധ്യമുണ്ട്. വഞ്ചൂർ വാർഡിലാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത്. ട്രാൻസ്ജെൻഡർ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കുറച്ചുകൂടി സ്വീകാര്യതയുള്ള സാമൂഹ്യ ദൃശ്യതയുള്ള ഇടം എന്നുള്ള നിലയിൽ കൂടുതൽ പേർ താമസിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ മറ്റു പല ഇടങ്ങളിലുള്ള വോട്ടൊക്കെ ആ സമയത്ത് മാറ്റിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വോട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതൊരു പക്ഷേ കള്ള വോട്ടിന് വേണ്ടിയിട്ടാണെന്ന് പറയുന്നതിനോട് യോജിക്കാൻ സാധിക്കുന്നില്ല. ഇത്തരം മനുഷ്യരുടെ ജനാധിപത്യത്തിൻ്റെ അവകാശത്തെ, ഭരണഘടനാ അവകാശത്തെ നിഷേധിക്കുന്ന സമീപനമാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. അതിന് അംഗീകരിക്കാൻ സാധിക്കുന്ന ഒന്നല്ല.